x of t equal to sin square omega naught t. ഇപ്പോൾ സൈൻ സ്ക്വയർ സിഗ്നൽ ആണ്. സൈൻ സിഗ്നൽ എന്താണ്? ഇറ്റ് ഈസ് എ പീരിയോഡിക് സിഗ്നൽ അല്ലേ? സൈൻ സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ അതിന്റെ സ്ക്വയർഡ് ഫോം എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. സോ ദിസ് ഇസ് എ പീരിയോഡിക് സിഗ്നൽ. ആൻഡ് ഒരു കാര്യം നിങ്ങൾ നോക്കിയേ, നമ്മൾ പറഞ്ഞു എനർജി സിഗ്നൽ നോൺ പീരിയോഡിക് സിഗ്നൽസ് എല്ലാം മിക്കവാറും കേസിൽ എനർജി സിഗ്നൽസ് ആയിരിക്കും. ആൻഡ് പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയുന്നത് പാസ് സിഗ്നൽസും ആയിരിക്കും. മനസ്സിലായപ്പോൾ ഓൾറെഡി നമുക്ക് സിഗ്നൽ എന്താണ്, പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണോ എന്ന് അറിയാമെങ്കിൽ വി ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്. ഇവിടുത്തെ കേസിൽ എന്താണ്? ദിസ് ഇസ് എ പീരിയോഡിക് സിഗ്നൽ. സോ ഇറ്റ് ക്യാൻ ബി എന്താണ്? ഒരു പാസ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ പാസ് സിഗ്നൽ ആണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എഗെയിൻ ഇയും പിയും ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? So far, P will be equal to formula എന്താ വരുന്നത്? limit t tends to infinity 1/2t integral minus t to t x of t the whole square ആണല്ലോ നമുക്കിനി സോൾവ് ചെയ്യാത്. x of t ക്ക് വരെ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. sin square omega of t the whole square എന്ന് പറയുമ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ റിയൽ വാല്യൂ ഇക്വേഷൻ അല്ലേ? അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, റിയൽ വാല്യൂഡ് ആയിരിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മാറ്റിയിട്ട് sin square omega of t the whole square നമുക്ക് sin raised to 4 omega naught t എന്ന് എഴുതാൻ പറ്റും. ഇനി sin raised to 4 omega naught t നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? ട്രിഗണോമെട്രിക് ഫോർമുല വി ക്യാൻ യൂസ് ഇറ്റ് ആസ് ലിമിറ്റ് t tends to infinity 1/2t ഉണ്ട്. ഇന്റഗ്രലിനകത്ത് എന്ത് വരും? നമുക്ക് 3 minus 4 cos 2 omega naught t plus cos 4 omega naught t എന്ന് വരും ഇൻറ്റു dt. നമുക്ക് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം? ഈ നമുക്ക് ലിമിറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇനി ഇവിടെ നോക്കിയത് ഈ രണ്ട് ടേം ഇറ്റ് ഇസ് റേഞ്ചിങ് ഫ്രം -t to t. ഇവിടെ -t to ഒരു കോസ് ടേം ഓവർ ഒരു ഹോൾ സൈക്കിൾ. ഓക്കെ, ഒരു ഹോൾ സൈക്കിളിന്റെ വാല്യൂ നമ്മൾ എന്താ പറഞ്ഞാൽ ഈക്വൽ ടു 0. അതായത് ഈ ടേമും രണ്ടും 0 ആയിരിക്കും. സോ വാട്ട് വിൽ ബി ദി ആൻസർ? വിൽ ബി ഈക്വൽ ടു ഇവിടെ ലിമിറ്റ് t tends to infinity 1/2t 3/8 ഇന്റഗ്രൽ dt എന്തായിട്ട് മാറും? t. ആൻഡ് ദാറ്റ് t is ranging over the interval -t to t വരെ അല്ലേ? അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? t plus t, അതായത് 2t എന്ന് കിട്ടും അല്ല? അപ്പം ദിസ് ഇസ് ഈക്വലന്റ് ടു എന്താണ്? റൈറ്റിംഗ് 2t. അപ്പോൾ ഈ 2t ക്യാൻസൽ ആവും. സോ 3/8 t വാല്യൂ ഇല്ല. സോ 3/10 എന്ന് കിട്ടും. ഈ ലിമിറ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ പവറിന്റെ വാല്യൂ നോക്കിയാൽ ഇറ്റ് ഇസ് എ ഫൈനൈറ്റ് വാല്യൂ റൈറ്റ്? നമ്മുടെ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലേ? പവർ കണ്ടുപിടിച്ചപ്പോൾ ഫൈനൈറ്റ് ആയി. ഇനി എന്തും കൂടെ വേണം? വി ഹാവ് ടു ചെക്ക് ഫോർ ദി ടോട്ടൽ എനർജി ഓൾസോ. എനർജി വിൽ ബി ഗിവൻ ബൈ ദി ഫോർമുല ദിസ് വൺ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സെയിം ഇക്വേഷനിൽ ഈ 1/2t ടേം മാത്രം കാണത്തില്ല, ബാക്കി എല്ലാം സെയിം അല്ലേ? നോക്കിയാൽ ലിമിറ്റ് ഇന്റഗ്രൽ x of t the whole square, അതായത് നമുക്ക് എന്ത് കിട്ടും? sin raised to 4 omega. സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ സെയിം സ്റ്റെപ്സ് സോൾവ് ചെയ്യേണ്ടത്. ഫൈനലി എന്ത് കിട്ടും? നമുക്ക് ഈ 1/2t ഈ ഒരു ടേം മാത്രം ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ സ്റ്റെപ്പ് സെയിം അല്ലേ? എല്ലാം ചെയ്യണം. എന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് 3/8 into 2t എന്ന് കിട്ടും അല്ലെ? ഇതുവരെ കിട്ടും. ഈ വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ 3/8 കോമൺ ആണ്. 2t എന്ന് പറയുമ്പോൾ എന്താണ്? ഈ t എന്ന് പറയുന്ന വാല്യൂക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇൻഫിനിറ്റി കൊടുക്കണം. എനി നമ്പർ ഇൻറ്റു ഇൻഫിനിറ്റി എന്താണ്? ഇൻഫിനിറ്റി. സോ എനർജി ഈസ് എ ഇൻഫിനിറ്റ് വാല്യൂ. സോ എനർജി ഇൻഫിനിറ്റ് ആണ് അല്ലേ? ആൻഡ് പവർ ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിലും ഇറ്റ് ഇസ് എ പവർ സിഗ്നൽ.